സുജാതേച്ചി, ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ഗ്യാസ് ഓഫ് ചെയ്തൊന്നൊരു സംശയം. ശരി. അവൾ ആ അമ്പല കമ്മിറ്റിക്കാരുടെ മുന്നിൽ വെച്ച് നമ്മളെ നാണം കെടുത്തി. ആ അടുക്കളക്കാരി വന്ന് അവളിപ്പോ തൃച്ചംബരത്തെ തമ്പുരാട്ടി ചമയാണല്ലോ. മൂത്ത മരുമകളായ ഞാനിവിടെ ഉള്ളപ്പോ എന്റെ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ അവള് വന്ന് ഉത്തരവിടുന്നു. അവൾക്ക് ആര് കൊടുത്തു ഈ അധികാരം? ആ അരവിന്ദേട്ടൻ അവരുടെ മുന്നേ വെച്ച് അടുക്കളക്കാരിയെ സപ്പോർട്ട് ചെയ്ത് കണ്ടില്ലേ? അവള് വേലക്കാരിയല്ല പോലും. ദേ, അവളെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയപ്പോഴേ എനിക്കറിയായിരുന്നു ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. പക്ഷേ ഇതൊക്കെ ആര് കേൾക്കാനാ? ചോ ഗംഗേ, ഇതിങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ആ അടുക്കളക്കാരിയെ നിലയ്ക്ക് നിർത്തണം. അഖിലേച്ചി ഇങ്ങോട്ട് വരുമ്പോ ദേ 1ന് 10 എല്ലാം പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അഖിലേച്ചിയെ കല്യാണിക്ക് എതിരായിട്ട് തിരിക്കണം. അതെ ആന്റി, ആ കല്യാണി അങ്ങനെ വിടാൻ പാടില്ല. അരിയും തിന്നു ആശാരിച്ചിയും കടിച്ചു. പിന്നെ നായ്ക്ക് മുറുമുറുപ്പെന്ന് പറഞ്ഞ അവസ്ഥയായി. അഖിലാന്റി വന്നെന്നാ തോന്നുന്നേ. ഗംഗേ, കറക്റ്റായിട്ടെല്ലാം പ്ലാൻ ചെയ്തോണേ. അതെ. വേണ്ട വേണ്ട വേണ്ട, ഇവിടെ നടന്നതൊന്നും ഇപ്പൊ പറയണ്ടെന്നേ. അഖിലേച്ചി ഒരു യാത്ര കഴിഞ്ഞിപ്പോ വന്നതല്ലേ ഉള്ളൂ. മനസ്സിന് വിഷമം ഉണ്ടായി, അതൊക്കെ ശരിയാ. പക്ഷേ അത് വേണ്ട. ഞാൻ തിരക്കാം. കേട്ടു ഇപ്പൊ വരും. വിലാസിനെ. അയ്യോ, എന്താ ചേച്ചി? വാ വാ. എന്താ ചേച്ചി? നീ പറയുന്ന കേട്ടല്ലോ, ഇവിടെ നടന്നതൊന്നും ഇപ്പൊ പറയണ്ടെന്നൊക്കെ. എന്താ ഇവിടെ നടന്നത്? അങ്ങനെ ചോദിക്കേ. എന്താ ആലോചിക്കുന്നേ? ചോദിച്ചത് കേട്ടില്ലേ? എന്താ മറച്ചു വെക്കുന്നേന്ന്? എന്താ ഇവിടെ ഉണ്ടായത്? അത് കുറച്ചു മുമ്പ് ഇവിടെ നമ്മുടെ ഭൂതനാഥ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ വന്നിരുന്നു. ഓ, വന്നോ? അഖിലെ സി.കെ. നമ്പൂതിരിയും മേനോനും ആയിരിക്കും വന്നത്. അതെ, പ്രസിഡന്റും സെക്രട്ടറിയും വർഷങ്ങളായിട്ട് അവരാണല്ലോ. അവര് വന്നിട്ട് എന്തു പറഞ്ഞു? ക്ഷേത്രം പുതുക്കി പണിയുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും അതിന്റെ പണി തുടങ്ങട്ടെ എന്ന് ചോദിക്കാനാ വന്നതെന്നും പറഞ്ഞു. അഖിലേച്ചി ഇല്ലാത്തപ്പോ ഞങ്ങൾ എന്ത് തീരുമാനം പറയാനാ? ഞങ്ങൾ ചേച്ചി വരട്ടെ എന്ന് പറഞ്ഞു. ശരി. അതല്ല ചേച്ചി, അപ്പോ ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ആ കല്യാണി ഇത് കേട്ട് ഇറങ്ങി വന്നിട്ടേ അവൾ ആ ക്ഷേത്ര ഭാരവാഹികളോട് പറയുവാ, നിങ്ങൾ ക്ഷേത്രം പണി തുടങ്ങിക്കോ, ചേച്ചിയോട് അവള് പറഞ്ഞോളാം ഇന്ന് തന്നെ പണി തുടങ്ങണമെന്നൊക്കെ. അവരാദ്യം ഒന്ന് സംശയിച്ചു. അപ്പൊ അവള് പറയുവാ, നിങ്ങൾ സംശയിക്കണ്ട, അവള് പറയുന്ന പോലെ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ, നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോന്ന്. അവരുടെയൊക്കെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ പറയാൻ കല്യാണി ആരാ? ഒരടുക്കളക്കാരി ഇങ്ങനെയൊക്കെ പറയുമ്പോ തൃച്ചംബരത്ത് വേലക്കാരി ഭരണമാണെന്ന് അവര് വിചാരിക്കില്ലേ? ഏൽക്കുന്നുണ്ട്. മൂത്ത മരുമകളായ ഗംഗ പോലും അവരുടെ മുമ്പില് അഖിലേച്ചി വരട്ടെ എന്ന് മറുവാക്ക് പറയാതെ നിൽക്കുമായിരുന്നു. അപ്പൊ അവൾ അടുക്കളയെന്ന് വന്ന അധികാരിയായി മാറുമായിരുന്നു. അവരൊക്കെ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കും ചേച്ചി? ദേ, കേട്ട് നിന്ന അരവിന്ദ് പോലും ഒന്നും പറഞ്ഞില്ല ആ കല്യാണിയെ. വേലക്കാരിക്ക് വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാ പോരെ? അവളെന്തിനാ തൃച്ചംബരത്ത് അഖിലേച്ചിയുടെ അധികാരം എടുക്കുന്നേ? അയ്യോ പാവം, ഗംഗയ്ക്ക് അത് വല്ലാത്ത സങ്കടമായി പോയി.
കല്യാണിയോടെ വിളിക്ക്. ആന്റി, കല്യാണി അത്യാവശ്യമായി ഒന്ന് വീട് വരെ പോയിരിക്കുക മാഡം. ദേ കണ്ടോ, തോന്നിയ ആസല്ലേ? അടുക്കളയിൽ ജോലി ചെയ്യേണ്ട സമയത്ത് വീട്ടില്. ഓ, ഇവിടെ ആര് ചോദിക്കാനെന്ന മട്ടായിരിക്കും അവക്ക്. സുജാത, മാഡം. കല്യാണിയെ പോയി വേഗം വിളിച്ചിട്ട് വാ. ശരി മാഡം. കല്യാണി, കല്യാണി. സുജാത ചേച്ചിയോ? എന്താ ചേച്ചി? വേഗം വാ, അടുത്ത പുലിവാല്. പുലിവാലോ? അതെ, ദേ അഖില മാഡം നിന്നെ വിളിക്കുന്നു. വേഗം വരാൻ. അതിന് ഞാനിപ്പോ ഇങ്ങോട്ട് പോകുന്നതല്ലേ ഉള്ളൂ. അതെ, നീ വരുമ്പോ മാഡം അവിടെ ഇല്ലായിരുന്നല്ലോ. മാഡം വന്നപ്പോ തന്നെ വിഷം കുത്തി വെച്ചിട്ടുണ്ട്. ഏഷണി. വിലാസിനി മാഡവും കൂട്ടാളികളും ചേർന്ന് നിന്റെ കുറ്റങ്ങൾ എരിവും പുളിയും കൂട്ടി പറഞ്ഞ് പ്രശ്നം ഇരട്ടി വഷളാക്കിയിട്ടുണ്ട്. അതിന് ഞാൻ എന്തു കുറ്റം അവരോട് ചെയ്തത്? ആ അമ്പലം കമ്മിറ്റിക്കാര് വന്നപ്പോ ഉണ്ടായ കാര്യങ്ങളില്ലേ, അത് നിനക്കെതിരെയുള്ള ഒരായുധമാക്കി 10 ഇരട്ടിയാക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അഖില മാഡം ദേഷ്യപ്പെട്ടാ നിൽക്കുന്നത്. എന്റെ ഈശ്വര, ഇവർക്കിത് എന്തിന്റെ കേടാ? നിന്നെ എങ്ങനെയെങ്കിലും തൃച്ചംബരത്തുനിന്ന് പുകച്ച് പുറത്ത് ചാടിക്കണവർക്ക് അതിനവരെ പഠിച്ച പണികളൊക്കെ പയറ്റും. എന്താ ചേച്ചി അവർ അഖില മേഡത്തിനോട് പറഞ്ഞു കൊടുത്തത്? അവൾ ആ ക്ഷേത്ര ഭാരവാഹികളോട് പറയുക, നിങ്ങൾ ക്ഷേത്രം പണി തുടങ്ങിക്കോ, ചേച്ചിയോട് അവള് പറഞ്ഞോളാം ഇന്ന് തന്നെ പണി തുടങ്ങണമെന്നൊക്കെ. നിങ്ങൾ സംശയിക്കേണ്ട, അവള് പറയുന്ന പോലെ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കോളൂ, നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോന്നു. നടന്ന കാര്യങ്ങള് നേരെ എതിരായിട്ടാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ആ വിലാസിനി മാഡം നിനക്കൊരു സ്വസ്ഥതയും തരുന്നില്ലല്ലോ കല്യാണി. എന്താ നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? വാ, പ്രശ്നങ്ങൾ പരിഹരിച്ചല്ലേ പറ്റൂ. കാര്യങ്ങൾ അഖില മാഡത്തിനോട് തുറന്ന് പറയാൻ നോക്ക്. വാ. ശരി. കണ്ടോ ആന്റി, അവള് വരുന്നുണ്ടോ നോക്കി. അഹങ്കാരി. വിളിച്ചോണ്ട് വരാൻ പോയ സുജാതയില്ല, അവളും ഇല്ല. അതെങ്ങനെയാ? വിളിച്ചോണ്ട് വരാൻ പോയവള് എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു കൊടുക്കും. ഇവിടെ നമ്മൾ അങ്ങനെ പറഞ്ഞ് ഏഷണി കയറ്റി, ഇങ്ങനെ പറഞ്ഞു കുത്തിത്തിരിപ്പുണ്ടാക്കി, തത്ത പറയും പോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. എല്ലാ അടുക്കള യൂണിയൻ അല്ലേ? ആ, ആന്റി പറഞ്ഞത് 100% ശരി തന്നെയാ. ആ, എന്താടി ഇത്ര താമസിച്ചേ? അപ്പുറത്തെ ഔട്ട് ഹൗസ് വരെ പോവാൻ 1/2 മണിക്കൂറോ? എല്ലാം ഓതി കൊടുത്തോ ഇവക്ക്? ആ മുഖം കണ്ട അറിയാം ആന്റി, എല്ലാം ഓതിക്കൊടുത്ത ലക്ഷണമുണ്ട്. ഇങ്ങനെ 2 എണ്ണം നിക്കുന്ന നിപ്പ് കണ്ടില്ലേ? ചെവിക്കല്ല് നോക്കി കൊടുക്കണം. ആണോ ആന്റി? ദേ അഖിലാന്റി. ചേച്ചി, ദേ ഇവിടെ എത്തി. ഓക്കെ ഓക്കെ, ശരി, ഞാൻ അമ്മയുടെ കൈ കൊടുക്കാം. അമ്മേ, അനീഷ. ഏതനീഷ്? അമ്മേ, കഴിഞ്ഞ കൊല്ലം നമ്മുടെ സമൂഹ വിവാഹത്തിൽ പങ്കെടുത്ത അനീഷ.
അവനൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് അമ്മയെ കൊണ്ട് തന്നെ പേരിടിക്കണമെന്ന് അവന്റെ ആഗ്രഹം. അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ ആനന്ദേ? അവരുടെ ഒരു ആഗ്രഹമല്ലേ അമ്മ. അമ്മ എത്രയോ പേർക്ക് പേരിട്ട് കൊടുത്തിട്ടുള്ളതാ. അതെ ആന്റി, അത് അവരുടെ ഒരു സന്തോഷല്ലേ. ഹലോ മാഡം. ആ പറയൂ. മാഡം നമസ്കാരം. നമസ്കാരം. എന്റെ പേര് അനീഷ്. ടെക്സ്റ്റൈൽസ് മില്ലിലെ ജോലിക്കാരനാണ്. എന്റെ ഭാര്യയുടെ പേര് ലളിത. മാഡം എടുത്തു തന്ന താലി കൊണ്ടാ ഞാനിവളെ കെട്ടിയത്. പറയൂ. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. ഇന്ന് അതിന്റെ 28 കെട്ട. മാഡം തന്നെ കുഞ്ഞൊരു പേരിടണമെന്നാണ് ഞങ്ങളുടെ ഒരു ആശ. കുഞ്ഞിനൊരു പേരിട്ട് തന്ന് മാഡം ഞങ്ങളെ അനുഗ്രഹിക്കണം. മാഡം പേരിട്ടാൽ കുഞ്ഞിന് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവും. നല്ല ഐശ്വര്യവതിയായും സൗമ്യവതിയായും കുടുംബ വിളക്കായും മാറേണ്ട കുഞ്ഞ്. അവൾക്ക് കല്യാണി എന്ന് പേരിട്ടുള്ളൂ. കുഞ്ഞിന്റെ കാതിലൊന്ന് ഫോൺ വെച്ച്. കല്യാണി, കല്യാണി, കല്യാണി. അനീഷ് ഒരു ദിവസം ഇങ്ങോട്ട് വരും. കുഞ്ഞിനെയും കൊണ്ടുവരണം. അവളെ എനിക്കൊന്ന് കാണണം. തീർച്ചയായും വരാം മാഡം. എന്നാ ശരി. ഗോഡ് ബ്ലെസ്. ആനന്ദ്, ആ കുഞ്ഞിന് ഒരു ജോഡി സ്വർണ്ണക്കൊലുസ് കൊടുക്കാൻ ഇന്ന് തന്നെ ഏർപ്പാട് ചെയ്യണം. ശരി അമ്മേ. അയ്യോ ചേച്ചി, അവളെ കണ്ടില്ലേ? ചേച്ചിയുടെ അധികാരം എടുത്ത് പ്രയോഗിച്ച അടുക്കളക്കാരി. കല്യാണി. മാഡം. ചോദിക്കേണ്ടി. മൂത്ത മരുമകളായിട്ട് ഞാൻ ഇവിടെ നിൽക്കുമ്പോ അവൾ എന്താ കാണിച്ചെന്ന് ചോദിക്കും. ആ ഭൂതനാഥ ക്ഷേത്രത്തിൽ നാളെ വന്നപ്പോ നീ എന്താ അവരോട് പറഞ്ഞത്? ചോദിച്ചത് കേട്ടില്ലേ? ക്ഷേത്രം പണി തുടങ്ങിക്കൊള്ളാൻ നീ അവരോട് പറഞ്ഞോന്ന്. പറഞ്ഞു. വെരി ഗുഡ്. ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ മുടക്കം വരുത്താറില്ല. നീ ചെയ്തത് നല്ല കാര്യമല്ലേ? എനിക്ക് സന്തോഷായി. തൃച്ചംബരത്തെ മരുമകളായിട്ട് നീയായിരുന്നു അത് പറയേണ്ടിയിരുന്നു. നീ അത് പറഞ്ഞില്ല. കല്യാണിക്കത് മനസ്സിലായി കാണും. അതുകൊണ്ട് അവളത് പറഞ്ഞു. ആനന്ദ്, അച്ഛാ, ആ കുഞ്ഞിന് സ്വർണ്ണക്കുലിസ് കൊടുക്കാൻ മറക്കരുത്. ശരി അച്ഛാ. നാട്ടുകാരുടെ കുഞ്ഞുങ്ങൾക്ക് പേരിടാൻ മാത്രമേ നമുക്ക് യോഗൂ. മക്കളുടെ കല്യാണം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പേരക്കുട്ടികളെ താലോലിക്കാനായി മനസ്സ് വെമ്പും. തൃച്ചംബരത്തെ നമ്മുടെ കുഞ്ഞിന്റെ കാതിൽ ഒരു പേര് ചൊല്ലി വിളിക്കാൻ ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും?
അതിന് നമ്മൾ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ മനസ്സ് മനസ്സിലാക്കാൻ ആരും ശ്രമിക്കുന്നില്ല. അല്ലെങ്കിൽ മനഃപൂർവ്വമായി അവർ നമ്മളെ വേദനിപ്പിക്കുന്നു. വിധിയെ പഴിചാരി നമുക്ക് ആശ്വസിക്കാം. എന്താ ഇത്? പുതിനട്ടിയ. ആ, നന്നായി. ഒരു കാലത്ത് പ്രണയത്തിന്റെ ഗന്ധം ഉണ്ടായിരുന്നു ഈ പുതിനട്ടിക്ക്. അതാ വിലാസിനി മാഡം ഞാൻ പുതിനാറ്റി തന്ന വലിയ കുഞ്ഞിനെ മയക്കിയെന്ന് പറയണത്. അമ്മ ഇന്നൊരു പെൺകുഞ്ഞിന് ഫോണിലൂടെ പേരിട്ടത് കേട്ടില്ലേ? ആ മനസ്സ് നിറയെ നീയാ. നിന്നെ ഒരുപാട് ഇഷ്ടം അമ്മയ്ക്ക്. അല്ലെങ്കിൽ കല്യാണി എന്നൊരു പേര് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. എന്താന്നും മിണ്ടാത്ത? വിശ്വസ്തയായ ഒരു വേലക്കാരി എന്നതിനപ്പുറം ഒരു മരുമകളായിട്ട് അഖില മാഡത്തിന് എന്നെ കാണാൻ പറ്റില്ല. പറ്റും, പറ്റണം. അതിലേക്കുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. മരുമകളായിട്ട് അമ്മ നിന്നെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല, അത് സത്യമാണ്. പക്ഷെ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ എന്റെ ഭയം കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നതാ വലിയ കുഞ്ഞെ. അങ്ങനെ അധികം ചിന്തിച്ച് കൂട്ടണ്ട കിട്ടിയോളെ. എന്റെ അമ്മയെ എനിക്കറിയാം. എന്റെ കണ്ണൊന്ന് നനഞ്ഞ അമ്മയുടെ ഉള്ളു പിടയും. എന്റെ സന്തോഷങ്ങൾക്കെതിരായി എന്റെ അമ്മ ഒന്നും ചെയ്യില്ല. ആ, അച്ഛന്റെ പിറന്നാൾ കാത്തിരിക്കാ ഞാൻ. ഇനി ടെൻഷൻ മാറ്റാനുള്ള പുതിനാട്ടി കുടിക്കാം. ഒറ്റയ്ക്കല്ല, പങ്കിട്ട്. ദാ കുടിക്കാം. ആ, ദാ ചിരിച്ചു. ഇപ്പോഴാ അരയാൽ ചുവട്ടിലെ ചെമ്പരത്തിയായത്. ചിരിക്കുന്ന ചെമ്പരത്തി.